അപകടകാരിയായ ഇയോവിൻ കൊടുങ്കാറ്റ് എത്തുന്നതായി റിപ്പോർട്ടുകൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റിലൊന്നായ ഇയോവിൻ കൊടുങ്കാറ്റ് എത്തുന്നതായി റിപ്പോർട്ടുകൾ. ഇത് കണക്കിലെടുത്ത് സ്കോട്ട്ലൻഡിലും അയർലൻഡിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇയോവിൻ കൊടുങ്കാറ്റ് സ്കോട്ട്ലൻഡിലും അയർലൻഡിലും വൻ നാശം വിതയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 100 മൈൽ വേഗതയിൽ വരെ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുന്നതിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 4.5 ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ റെഡ് അലർട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപകടകരമായ കാലാവസ്ഥയെ തുടർന്ന് ബസ്, ട്രെയിൻ ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ്. മാത്രമല്ല, സ്കോട്ട്ലൻഡിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ കഴിയുന്നതും വീടുകളിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. തീരപ്രദേശങ്ങളിൽ തിരമാലകൾ കരയിലേക്ക് ഇരച്ചു കയറാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് ഐറിഷ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ മുൻനിർത്തി ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നുള്ള 100ഓളം വിമാന സർവീസുകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള തണുത്ത വായുപ്രവാഹവും മധ്യ അറ്റ്ലാന്റിലെ ചൂടുള്ള വായുപ്രവാഹവും കൂടിക്കലർന്നാണ് ഇയോവിൻ രൂപം കൊണ്ടിട്ടുള്ളതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയോവിനെ തുടർന്ന് ബ്രിട്ടനിലും ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്.